നമ്മൾ എന്നുള്ളത് ഫോർട്ട് കൊച്ചി നസ്രത്തിലെ ജോസഫ് ഏട്ടൻ്റെ മൈക്കിൾ ജാക്സൺ കടയിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളും ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രുചികരമായ ഈ അടുക്കളയിലെ വിഭവങ്ങൾ ഉണ്ടാക്കാനും കഴിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ ചിരി പോലെ മധുരമായ വിഭവമാണ് അല്ലേ? എന്താണെന്ന് ഉണ്ടാക്കാൻ പോലെ? ഇന്നിപ്പം വൈകുന്നേരം കട്ട്ലേറ്റ് സൂപ്പൊക്കെയാണ് ഉണ്ടാക്കാൻ പോണത്. കട്ട്ലേറ്റും സൂപ്പും ഒരു കോമ്പിനേഷൻ. അതൊരു കോമ്പിനേഷൻ, കട്ട്ലേറ്റും സൂപ്പും. കഴിക്കാൻ വരുന്നത് എല്ലാവരും വരുന്നത് കട്ട്ലേറ്റും അതേ കൂടി സൂപ്പും കൂടി കഴിച്ചിട്ടാണ് പോണത്. ആൺപിള്ളേരൊക്കെ, അതാണ് ഇതിന്റെ ഫാമിലീസൊക്കെ വരും. അതാണ് ഇതിന്റെ കോമ്പിനേഷൻ. ഇത് ഇവിടുത്തെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഫുഡീസിന്റെ ഇടയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയിട്ടുള്ള സ്ഥലം. പിന്നെ കുറേ കഥകൾ ഇതിന് പിന്നിലുണ്ട്, അതും നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് കീമ ആദ്യം തന്നെ കീമ കഴുകി വാരിയിട്ട് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിക്കും. പറ്റിച്ച് നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുത്ത് കഴിഞ്ഞിട്ട് സവാള, ഇഞ്ചി, പച്ചമുളക്, എണ്ണ ഒഴിച്ചിട്ട് ഒരു സ്വല്പം കടുകിടും ഞങ്ങൾ. സ്വല്പം കടുകിട്ടിട്ട് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള ഇതെല്ലാം ഇട്ട് വഴറ്റും. ഉപ്പൊക്കെ ഇട്ട് വഴറ്റി നന്നായിട്ട് വഴന്ന് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ, സവാളയൊക്കെ ഒരു ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് കീമയും കൊട്ടിയിടും. കീമയും ഇട്ടിട്ട് അതും നന്നായിട്ട് ഡ്രൈ ആക്കും. പറയുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ? ഇപ്പൊ ഇത് ഏത് സിറ്റുവേഷൻ? ഇത് ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ്, മസാല എല്ലാം റെഡിയാക്കി വെച്ചേക്കണാണ്. ഇനി കിഴങ്ങ് ഇട്ടിട്ട് പിടിക്കും. അപ്പൊ ഇതെന്തൊക്കെയാ ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. നമ്മൾ വരുമ്പോഴത്തേക്ക് ഏകദേശം പരിപാടികൾ സെറ്റായി പോയി. ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തു. അപ്പൊ ഇത് ഇപ്പൊ റെഡിയാക്കി വെച്ചിരിക്കുവാണ്. അത് ഡ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇൻഗ്രീഡിയൻസ് അപ്പൊ ഇതില് ഇതിപ്പോ പറഞ്ഞതുപോലെ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ട് പച്ചമുളക്, സവാള, ഇഞ്ചി, വെളുത്തുള്ളിയും ഇട്ട് വഴറ്റുക. നന്നായിട്ട് വഴറ്റണം. വഴറ്റി ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് ഈ കീമ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ കീമയും കൊട്ടിയിടുക അതിനകത്ത്. എന്നിട്ട് അതും നന്നായിട്ട്, കീമ എന്ന് പറയണത് ബീഫ് കീമ പോലെ മിൻസ് ചെയ്തെടുക്കണതാണ്. എന്നിട്ട് അത് വേവിച്ചതാണ് കീമ. ഇത് എത്ര ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കും ഇവിടെ? ഇതിപ്പോ ഞങ്ങള് ഒരു കിലോത്തോളം ഉണ്ടാവും. ഒരാളുടെ പ്രിപ്പറേഷന് ഒന്ന് വേണ്ടിട്ട് എത്ര കുറച്ച് വേണം? ഒരാൾക്ക് വീട്ടിലെങ്ങനെയാലും ഒരു 10 ഉണ്ടാക്കി, എങ്ങനെയാലും ഒരെണ്ണം തിന്നണ്ട. വീട്ടിലുണ്ടാക്കുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും? വീട്ടിലുണ്ടാക്കണമെങ്കിൽ നമുക്ക് ഒരു 1/4 കിലോനുണ്ടെങ്കിലും ഉണ്ടാക്കാം. കീമ 1/4 കിലോ എടുത്തിട്ട് മതി. ഒരു 3-4 സവാളയും അരിഞ്ഞ്, ഇതുപോലെ പച്ചമുളകും ആവശ്യത്തിന് എരിവ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും, അതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇടണം. എത്രയോ അധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നന്നായി ടേസ്റ്റ് ആയിരിക്കും. മസാല ഇട്ട് ഇത് മൊരിഞ്ഞു വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും ഗരം മസാലപ്പൊടി, ഞാനത് ഇവിടെ പൊടിക്കണം. സാധാരണ മഞ്ഞപ്പൊടി, മുളക് പൊടി ഒന്നും ഇടൂല. ഗരം മസാലപ്പൊടി അത് ഞാൻ ഇവിടെ തന്നെ പൊടിക്കുകയാണ്. പൊടിച്ചെടുക്കണം. അത് എല്ലാ ഇതും കൂടി ആകുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സ്മെല്ലൊക്കെയാണ് മണം. അപ്പം അതും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് മാറ്റി വെച്ച്, എന്നിട്ട് കിഴങ്ങ് പുഴുങ്ങിയിട്ട് അത് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇതൊരു പശത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ കിഴങ്ങും കിട്ടാം. അപ്പം ഈ കിഴങ്ങും പൊളിച്ച് അതിനകത്ത് ഇട്ടിട്ട് എല്ലാം കൂടി അങ്ങോട്ട് തേച്ച് കൂട്ടിയിട്ട് കുറച്ച് റസ്ക് പൊടിയും കൂടി ഇടും. എന്നാലേ അത് പിടിച്ചു കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇത് മാത്രമാണെങ്കിൽ അത് അടർന്നടർന്ന് ഉണ്ടാക്കിയിട്ട് ഈ പൊട്ടറ്റോ വേവിച്ചത് ഇട്ടിട്ട് മാഷ് ചെയ്ത് നന്നായിട്ട് തേച്ച് കൂട്ടും. ഉണ്ടാക്കുമ്പോ ഒരു 4 സവാള എന്നുള്ള കണക്കും. പൊട്ടറ്റോ എത്ര എണ്ണം എടുക്കും? 4 സവാള. പൊട്ടറ്റോ അതനുസരിച്ച് 2-3 മതി. പൊട്ടറ്റോ ഒന്ന് അത് പശത്ത് കിട്ടാൻ വേണ്ടിയാണ്, പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ നമ്മൾ ശരിക്ക് പിടിച്ച് തേച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരിത്തിരി റസ്ക് കൂടി ഇടണം. അപ്പോഴേ ശരിക്കും അതും പിടിച്ചു കിട്ടും. ഒരു ക്രിസ്പി ആയിട്ട് ഇങ്ങനെ ഒരു നമുക്ക് കടിക്കുമ്പോഴത്തേക്ക് ഒരു ഇതൊക്കെ കിട്ടും. സൂപ്പർ റെസിപ്പിയാണ്. അപ്പം അങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കും. മുട്ട മുക്കി ഞങ്ങൾ ചില സമയത്ത് ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ മുട്ട മുക്കിയിട്ട് പിന്നെ ബ്രെഡ് പൊടിയിൽ മുക്കിയിട്ട് അങ്ങനെ
പിടിക്കും. ഇവിടെ കൊടുക്കാനായിട്ട് ഇവിടെ എല്ലാവർക്കും ഇങ്ങനെ മുട്ട ചിക്കിയിട്ട് അതിനകത്തോട്ട് മുക്കി എണ്ണയിലോട്ട് തന്നെ ഇടും. നിങ്ങൾക്ക് കാറ്ററിംഗ് സർവീസ് അത് ഞങ്ങൾ ഓർഡർ അനുസരിച്ച് ചെയ്ത് എറണാകുളം ഏരിയയിലൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ എറണാകുളത്ത് ഓരോരുത്തർ വന്ന് പറയണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കും. ദൂരെയാണെങ്കിൽ അവരോട് തന്നെ എടുത്തോണ്ട് പൊക്കോളണം. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഉണ്ടാക്കുകയുള്ളൂ. ഞങ്ങളുടെ പ്രാർത്ഥന ഉണ്ടല്ലോ, വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലും. വെറുതെ ഞാൻ ഒറ്റക്കല്ലേ നിൽക്കണം, അപ്പോൾ വെറുതെ ഇന്നെങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ ചെയ്യും. നേരം വെളുക്കുമ്പോഴും അതുപോലെ തന്നെ. ഇപ്പം ഇത് വൈകുന്നേരത്തൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അയ്യോ ഇതില്ലെങ്കിൽ ഒരു ദിവസം കട തുറന്നില്ലെങ്കിൽ ഭയങ്കര പ്രയാസമായിരിക്കും. പണിയെടുത്തില്ലെങ്കിലേ എനിക്ക് ഭയങ്കര ശരീരം വേദനയൊക്കെ ആയിരിക്കും. എന്നാണ് പറയണല്ല, ശരിക്കും പണിയെടുത്തില്ലെങ്കിൽ എല്ലാവർക്കും പണിയെടുത്തിട്ട് ശരീരം. പക്ഷെ എനിക്കങ്ങനെയല്ല, എനിക്കൊരു ദിവസം കട തുറന്നില്ല പണിയെടുത്തില്ല എങ്കിൽ എനിക്ക് ഭയങ്കര ശരീരവേദന ആയിരിക്കും. അങ്ങനത്തെ ഒരു ഭാഗമായി അത് ചെയ്യാൻ എനിക്ക് ഇതൊന്നുമില്ല, മടിയൊന്നുമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ചെയ്തില്ലെങ്കിലേ സങ്കടമുള്ളൂ. ചേച്ചി അത് നന്നായിട്ട് മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ട് ഇത് മിക്സ് ആയാൽ മാത്രം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും. അപ്പം ഞാനിത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് റസ്ക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ ബോൾസ് പിടിക്കും. ഓക്കെ. പുറത്ത് കൊടുക്കണേ കാരണം നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണല്ലോ. പരിപാടി ഇനി വറുക്കണം. കട്ട്ലേറ്റ് മുട്ടയിൽ മുക്കിയിട്ട് അത് വറുക്കാനുള്ള ഒന്ന് സെറ്റ് ചെയ്യും. മുട്ടയിൽ മുക്കി. അപ്പം നമ്മളുടെ കട്ട്ലേറ്റ് പരത്തൽ കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് വറുത്തെടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിൽ മുക്കിയിട്ട് എണ്ണയിൽ ചൂടാൻ നോക്കിയിട്ട് ഇതിനെല്ലാം ഫൈനൽ സ്റ്റെപ്പാണ്. ഇപ്പോൾ ഓൾറെഡി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ചേച്ചി ഇതിനകത്ത് മുട്ടേൻ്റെ അകത്തോട്ട് നമ്മുടെ സാധനത്തിന് ഇടാൻ പോവാ അല്ലേ? അതെ. മുട്ട നന്നായിട്ട് പതപ്പിക്കുകയാണ്. ഉപ്പിടുന്നുണ്ടോ അതിനകത്ത്? ഇല്ല, പ്ലെയിൻ. എല്ലാം ഉപ്പൊക്കെ ഇട്ട് വേവിച്ചു. ഓക്കെ. അപ്പം മുട്ടയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കട്ട്ലേറ്റിൻ്റെ കട്ട്ലേറ്റ് നമ്മൾ ഇടുവാണ് മുട്ടയിൽ കവർ ചെയ്തിട്ട് കേട്ടോ. മൈക്കൽ ജാക്സൺ കടയിലെ ആഹാരം കഴിക്കാൻ പോവാണ്. കട്ട്ലേറ്റും സൂപ്പുമാണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി പറയാം. ചേച്ചി നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് മസാല സംഭവങ്ങളൊക്കെ പൊളിയായിട്ട് ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. സൂപ്പർ സാധനം. ഞാൻ ഇങ്ങനൊരു കട്ട്ലേറ്റ് എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. സത്യമായിട്ട് ഞാൻ പറയാം, ബൈറ്റിന് വേണ്ടി ഞാൻ പറയുന്നതല്ല, സത്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ കട്ട്ലേറ്റ് കഴിച്ചിട്ടില്ല. അസാധ്യ ടേസ്റ്റാണ്. അപ്പോൾ ഈ പലഹാരങ്ങൾക്കൊപ്പം ഡാൻസും വിളമ്പാനുള്ള കാരണം എങ്ങനെയാണ് ഡാൻസിലേക്ക് എത്തുന്നത്? ഡാൻസിലേക്ക് എത്തുന്നത് കട കൊണ്ടിട്ടല്ല. അതൊരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ ക്ലാസ് ഉണ്ടാവും, ഡാൻസ് ക്ലാസ് ഉണ്ടാവും. ഡാൻസ് ക്ലാസ്സിൽ നിന്നാണ്. അപ്പം ഞാൻ ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ അന്നത്തെ ഈ റെക്കോർഡൊക്കെ വെച്ച് ഉള്ള കാലത്തുള്ള ആ ഒരു പിന്നെ കാസറ്റ് അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് ഈ പാട്ടുകളൊക്കെ കേൾക്കുന്നത്. പിന്നെ ഞാൻ പോയിരുന്ന എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഗിറ്റാറും ഒക്കെ വായിക്കുന്ന ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടെയൊക്കെ പോയി ഡ്രമ്മും ഈ ഗിറ്റാർ വായിക്കണൊക്കെ ആയിട്ട് പോയിരുന്ന അന്ന് ഞാൻ കേട്ട് അവരോടെയൊക്കെ കുറേ ക്ലബിലൊക്കെ അങ്ങനെ വെച്ചു. അപ്പോൾ ഈ മൈക്കൽ ജാക്സൺ എന്ന് പറഞ്ഞ പെർട്ടിക്കുലർ ഡാൻസർ അല്ലെങ്കിൽ മൈക്കൽ ജാക്സൺ എന്ന ഇതിഹാസത്തിൻ്റെ അടുത്ത് അത് ഈ ഡാൻസ് കാലങ്ങളിലൊക്കെ പിന്നെ ഡാൻസ് ആയിട്ട് നടക്കണം. ഈ പള്ളിപ്പെരുന്നാളിലും പിന്നെ ഈ കുരിശുവരെ അങ്ങനെയൊക്കെ ഡാൻസ് നടന്നു. പിന്നെയൊക്കെ ആയിട്ടാണ് ഈ പുള്ളിയുടെ ഈ ത്രില്ലർ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇറങ്ങണത്. അത് കാണാനുള്ള കാലഘട്ടം നമുക്കില്ല, അതിനുള്ള സാഹചര്യങ്ങളൊന്നുമില്ല.
പക്ഷേ എന്നാലും ഈ പാട്ടുകളിനോട് വലിയ താല്പര്യമുണ്ട്. അന്ന് റെക്കോർഡൊക്കെ എവിടെയെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിച്ച് പാട്ടുകൾ കേൾക്കുമായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞ് നമ്മൾ ഈ ജനുവരി ഫസ്റ്റൊക്കെ വരാൻ നേരത്ത് അന്ന് ഈ മൈക്കിൾ ജാക്സൻ്റെ പാട്ടൊക്കെ വെച്ച് തന്നാൽ ഭയങ്കര ആഘോഷമാണ് കൊച്ചിയിൽ. അപ്പോൾ അന്ന് തുള്ളലും ബഹളവും ഒക്കെ ഉണ്ട്. കാരണം നമ്മൾ ക്ലാസ് ഇടാന്നുള്ള ഒരു കൂട്ടായ്മ വന്ന് ഞങ്ങൾ ക്ലാസ്സൊക്കെ ഇട്ട് അങ്ങനെയാണ് ഡാൻസിനോട് കുറച്ച് ഇൻട്രസ്റ്റ് ആയത്. അപ്പോൾ നമ്മൾ കളിക്കാൻ നേരത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഒരു പ്രത്യേക താല്പര്യമാണ്. അപ്പോൾ നമ്മൾ കളിക്കാൻ നേരത്ത് പിള്ളേർക്കും എല്ലാവർക്കും ആയാലും അതിനോട് ഭയങ്കര ഒരു കൂട്ടായ്മ. അപ്പോൾ എനിക്കും അത് ഭയങ്കരമായിട്ട് അതൊരു ഭാവമാണ്. അങ്ങനെ ഡാൻസിനോട് അന്ന് പിന്നെ നമുക്കിവിടെ ആരുമില്ല, കല്യാണമൊന്നും കഴിച്ചോട്ടൊന്നുമില്ല. ആ ഒരു കാലഘട്ടത്തിൽ ഡാൻസും പിന്നെ അമ്പലപ്പരിപാടി, കുരിശുവര പരിപാടി ഇങ്ങനെ നടക്കണം. അപ്പോൾ അന്ന് ക്ലാസ്സും ഉണ്ട്. പിന്നെ ഇറങ്ങുന്ന പിക്ചർ ഹിന്ദി, ഇംഗ്ലീഷ്, പിന്നെ ഓരോ ബാൻഡ്, അബ്ബ, ബോണിയം, അതൊക്കെ ഇങ്ങനെ കാണാനുള്ള ഒരു കൂട്ടുകാർ. ക്രിസ്മസ് ഒക്കെ വരാൻ നേരത്ത് അവർ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ അങ്ങനെയൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യമാണ് അവിടെ. അപ്പോൾ ഡാൻസിനോട് കുറച്ചും കൂടി ഇൻട്രസ്റ്റായി. അങ്ങനെ ഡാൻസ് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ആണ്. ഞങ്ങൾക്ക് ചെറിയൊരു വീടാണ്, ചെറിയൊരു മുറിയാണ്. ആ മുറിയിലാണ്. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ അത് അങ്ങോട്ട് കുറച്ച് പതുക്കെ അങ്ങോട്ട് ബ്രേക്കായി. പിന്നെ ഞാൻ കുറച്ച് നാൾ പുറത്ത് പോയി. പുറത്ത് ക്ലാസ് ഇടാനുള്ള ഒരു സെറ്റപ്പൊക്കെ ആക്കി വന്നതാണ്. പക്ഷേ അവിടെ സെറ്റപ്പ് ആയില്ല. വീണ്ടും തിരിച്ച് നാട്ടിൽ തന്നെ ജീവിതത്തിൽ ഡാൻസ് കൊണ്ട് തന്നെ അറിയപ്പെടുന്ന ഒരാളായി മാറി. അപ്പോൾ സന്തോഷമില്ലേ? സന്തോഷമുണ്ട്. നമുക്ക് നമ്മളായിട്ടൊന്നും നമുക്ക് അറിയിക്കാൻ പറ്റില്ലെങ്കിലും മറ്റുള്ളവർ നമ്മളെ ഒന്ന് അറിഞ്ഞപ്പോൾ നമുക്കത് വളരെ അധികം. ഇപ്പോൾ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ട് ഒത്തിരി പേര് ഈ കട അന്വേഷിച്ച് ഇവിടെ വന്നിട്ടുണ്ട്, കഴിക്കാൻ വന്നിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനെ ഒരു ഉപജീവിത മാർഗം ദൈവം കാണിച്ചു തന്ന ആ ഉപജീവിത മാർഗത്തിൽ നിന്ന് മറ്റുള്ള ആൾക്കാർ നമ്മളിപ്പോൾ ഇവിടെ തേടി വരാൻ തുടങ്ങി. അതുകൊണ്ട് വളരെയധികം ഹാപ്പിയാണ്. അതെ. ഞായറാഴ്ച ഇവിടെ സ്പെഷ്യലൊക്കെ ഉണ്ടല്ലേ. ഞായറാഴ്ച അപ്പവും സ്റ്റൂവും ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്. അങ്ങനെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കിട്ടണമെങ്കിൽ ഞായറാഴ്ച വരണം. നേരത്തെ വരാൻ നോക്കുക കുറച്ചുകൂടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച അവധിയല്ല, ഉച്ചവരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നേരത്തെ വന്ന് നിങ്ങൾ ആഹാരങ്ങൾ കഴിച്ച് സന്തോഷമായിട്ട് പോവുക. പിന്നെ ചേട്ടൻ്റെ ഡാൻസും കാണാൻ പറ്റും അല്ലേ. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.